വെൽക്കം ബാക്ക് ടു ബീനാസ് ലേണിംഗ് ക്ലാസ്. 6ാം ക്ലാസ്സിലെ മാത്സ് പുതിയ ടെസ്റ്റാണ് കുഞ്ഞുങ്ങളെ. NCERT CBSE-കാരുടെ ഗണിതപ്രകാശ് എന്നാണ് ടെസ്റ്റിൻ്റെ പേര് കേട്ടോ. 6ാം ക്ലാസ്സിലെ CBSE-യുടെ ടെസ്റ്റിൻ്റെ പേര് നോക്കിക്കോണേ, ഗണിതപ്രകാശ് എന്നാണ്. നിങ്ങളുടെ എല്ലാവരുടെയും കയ്യിൽ ടെസ്റ്റ് കിട്ടി കാണുമെന്നാണ്. അപ്പം അതിൻ്റെ ഫസ്റ്റ് പേജ് കൊടുത്തേക്ക് നോക്കിക്കേ, കണ്ടോ? പാറ്റേൺ ഇൻ മാത്തമാറ്റിക്സ്, ഒന്നാമത്തെ ചാപ്റ്ററിൻ്റെ പേര് കണ്ടോ, പാറ്റേൺ ഇൻ മാത്തമാറ്റിക്സ്. അപ്പോൾ ഈ ടെസ്റ്റ് ഉള്ളവർ നമുക്ക് ഒന്നാമത്തെ പാഠത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻ ആൻസർ പഠിക്കാം. ഒന്നാമത്തെ പാഠത്തിൻ്റെ ആണ് കുഞ്ഞുങ്ങളെ 6ാം ക്ലാസ് CBSE-യുടെ ഒന്നാമത്തെ പാഠത്തിൻ്റെ അല്ലെങ്കിൽ NCERT-യുടെ ഒന്നാമത്തെ പാഠമാണ് പാറ്റേൺ ഇൻ മാത്തമാറ്റിക്സ്. അപ്പോൾ ഇതിനകത്തുള്ള എന്താ, വാട്ട് ഈസ് മാത്തമാറ്റിക്സ് എന്താണെന്നും അപ്പോൾ അതിനെക്കുറിച്ചുള്ള കുറേ കാര്യങ്ങൾ ഇതിനകത്ത് നിങ്ങൾ കാണാതെ പഠിക്കത്തക്കായിട്ടൊന്നുമില്ല കേട്ടോ. കാണാതെ പഠിക്കാനായിട്ടൊന്നുമില്ല. അതിനകത്ത് ഫസ്റ്റ് എന്താണ് പാറ്റേൺ കേട്ടോ. പാറ്റേൺ എന്നാൽ എന്തെന്ന് ഒന്ന് അറിഞ്ഞിരിക്കണം കേട്ടോ. ഫസ്റ്റ് നമുക്കതങ്ങ് നോക്കാം. അപ്പോൾ ഈ ചാപ്റ്ററിൻ്റെ ഒന്നാമത്തെ ചാപ്റ്ററിൻ്റെ പേരൊന്ന് മനസ്സിലാക്കണമെങ്കിൽ പാറ്റേൺ ഇൻ മാത്തമാറ്റിക്സ് എന്നാണ്. എന്താണ് പാറ്റേൺ? പാറ്റേൺ PATTERNS, പാറ്റേൺസ് കേട്ടോ. പാറ്റേൺസ് എന്താണ് ഈ പാറ്റേൺസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓൾ നമ്പർ, നാച്ചുറൽ നമ്പർ, ഈവൻ നമ്പർ, ഓഡ് നമ്പർ ഇതൊക്കെ പഠിച്ചിട്ടില്ലേ, ഇല്ലയോ? അതായത് ഒന്നാമത്തെ നോക്കിയാൽ ഓൾ നമ്പർ എന്ന് വെച്ച് കഴിഞ്ഞാൽ WHOLE ആണ് കേട്ടോ. ഹോൾ എന്ന് നമ്മളല്ലോ ഓൾ നമ്പർ അല്ലേ. ഓൾ നമ്പേഴ്സ് എന്ന് വെച്ചാൽ നമുക്കറിയാം ഏതാ, 0 മുതൽ 0, 1, 2, 3, 4 ഇങ്ങനെ അങ്ങോട്ട് പോകുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഹോൾ നമ്പർ എന്ന് പറയുന്നത് അല്ലേ. അതുപോലെ തന്നെയാണ് നമ്മൾ കൗണ്ടിങ് നമ്പർ എന്ന് പറയുമല്ലോ, കൗണ്ടിങ് എണ്ണൽ സംഖ്യ, കൗണ്ടിങ് നമ്പേഴ്സ്. ഇതൊക്കെ ഒരു റൂൾസാണ്. അതിന് നമുക്ക് ഒരു മാറ്റവും മാറ്റാൻ പറ്റത്തില്ല അല്ലേ. കൗണ്ടിങ് നമ്പേഴ്സ് ഏതൊക്കെയാണ്? കൗണ്ടിങ് 1, 2, 3, 4 ഇങ്ങനെ ചെല്ലുന്നതാണ് കൗണ്ടിങ് നമ്പർ അല്ലേ. അതുപോലെ തന്നെ ഈവൻ നമ്പർ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഈവൻ നമ്പർ എന്താ, ഈവൻ ഇരട്ട സംഖ്യകൾ എന്നൊക്കെ പറയും. ഈവൻ നമ്പർ ഇരട്ട സംഖ്യകൾ ഏതൊക്കെയാണ്? 2, 4, 6, 8 ഇത് ഈവൻ നമ്പർ. മനസ്സിലാക്കി പോണേ. നമ്മൾ പാറ്റേൺസ് ആണ് പഠിക്കുന്നത്. അപ്പോൾ ഓൾ നമ്പർ എന്താണ്, കൗണ്ടിങ് നമ്പർ എന്താണ്, ഈവൻ നമ്പർ. അതുപോലെ തന്നെ ഓഡ് നമ്പർ എന്താണ്? ഓഡ് നമ്പർ എന്ന് വെച്ചാൽ ഒറ്റ സംഖ്യ എന്നാണ് അതിൻ്റെ മലയാളം. ഓഡ് നമ്പേഴ്സ് എല്ലാം അല്ലേ. ഓഡ് നമ്പേഴ്സ് എന്ന് വെച്ചാൽ 1, 3, 5, 7. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെയാണ് പോകുന്നത്. പക്ഷേ ഇത് എങ്ങനെയാണ് കിട്ടുന്നതെന്ന് നമ്മുടെ താണ്ട് ഇവിടെ ഒരു ബോക്സ് പേജ് നമ്പർ 3 കാണാൻ പറ്റുന്നു. ഇവിടെ മുതലാണ് നമ്മുടെ കണക്ക് തുടങ്ങുന്നത്. 6ാം ക്ലാസ്സിലെ മാത്സിൻ്റെ ആദ്യം കണക്ക് തുടങ്ങുന്നത് ഇവിടെ മുതലാണ്. ഇവിടെ ഒന്നാമത്തെ നോക്കി, എക്സാമ്പിൾസ് ഓഫ് നമ്പർ സീക്വൻസ്. ഇതിന് ഈ പാറ്റേണിൻ്റെ വേറൊരു പേരാണ് ഈ സീക്വൻസ് എന്ന് പറയുന്നത് കേട്ടോ. എന്താണ് പാറ്റേണിൻ്റെ നമ്പർ പാറ്റേൺ എന്നോ അല്ലെങ്കിൽ സീക്വൻസ് എന്നോ നമുക്ക് പറയാം. ഫസ്റ്റ് ഒന്നാമത്തെ നോക്കി കുഞ്ഞുങ്ങളെ, ഒന്നാമത്തെ നോക്കി എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അവിടെ മുതൽ അങ്ങ് തുടങ്ങാം. ഇതിപ്പം നോക്കണേ, ഓൾ നമ്പർ എന്ന് വെച്ചാൽ 0, 1, 2, 3, 4 ആണ്. കൗണ്ടിങ് നമ്പർ എന്ന് വെച്ചാൽ 1, 2, 3, 4 എന്നാണ്. ഈവൻ നമ്പർ അല്ലെങ്കിൽ എന്താ, ഇരട്ട സംഖ്യ ഒറ്റ സംഖ്യ എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? അതായത് രണ്ട് വീതം കൂട്ടി കേട്ടോ. അതാണ് ഈവൻ നമ്പർ. 2, 4, 6, 8. ഓഡ് നമ്പറും അതുപോലെ തന്നെയാണ്. 1ൻ്റെ കൂടെ 2 കൂട്ടി, 3ൻ്റെ കൂടെ 2 കൂട്ടി, 5ൻ്റെ കൂടെ 2 കൂട്ടി, 2 കൂട്ടി. അത് ഓഡ് നമ്പർ കേട്ടോ. ഈവൻ നമ്പർ ഓഡ് നമ്പർ ഒന്നും തിരിഞ്ഞു പോകല്ലേ. ഓക്കെ, നമുക്ക് ആദ്യത്തെ കണക്ക് നോക്കിക്കേ. 1, 1 നോക്കിക്കേ. നമുക്ക് എക്സാമ്പിൾ 1 എന്നും പറഞ്ഞ് അങ്ങ് തുടങ്ങാം. അതിൽ ആദ്യം നോക്കിക്കേ, 1, 1, 1, ഇങ്ങനെയല്ലേ എഴുതി വെച്ചിരിക്കുന്നത് അല്ലേ. നോക്കിക്കേ, ആൾ വൺസ്, നോക്കിക്കേ ആള് വൺസ് ഇങ്ങനെയല്ലേ എഴുതി വെച്ചിരിക്കുന്നത്. അതായത് ഇവിടെ നോക്കി കഴിഞ്ഞാൽ ഇവിടെ 1 എന്നല്ലേ. അപ്പോൾ ഇവിടെ നോക്കി 1ൻ്റെ കൂടെ നമ്മൾ 0യുടെ കൂട്ടിയപ്പോൾ എത്ര, 1 തന്നെയാണ് അല്ലേ. വീണ്ടും അടുത്ത 1ൻ്റെ കൂടെ 0യുടെ കൂട്ടിയപ്പോഴും എത്ര, 1 തന്നെയാണ്. ആ കിട്ടിയ 1ൻ്റെ കൂടെ വീണ്ടും നമ്മൾ 0 കൂട്ടിയാലും എത്ര, 1 തന്നെയാണ്. മനസ്സിലായോ? നമുക്ക് 1, ആ 1ൻ്റെ കൂടെ 0 കൂട്ടിയപ്പോൾ വീണ്ടും 1, ആ കിട്ടിയ ആൻസറിൻ്റെ കൂടെ വീണ്ടും 0 കൂട്ടിയപ്പം വീണ്ടും 1 ആണ്. ആ കിട്ടിയതിൻ്റെ കൂടെ വീണ്ടും 0 കൂട്ടിയപ്പോഴും നമുക്ക് എന്താണ്, 1 ആണ്. മനസ്സിലായോ? അപ്പോൾ ഇവിടെ ഓൾ വൺസ് ഓർത്ത് വെച്ചോണേ. ഒന്നാമത്തെയാണ് നമ്മൾ പഠിക്കുന്നത് നമ്മുടെ ക്വസ്റ്റ്യനിൽ. 1, 1, ഇങ്ങനെ അവിടുത്തേക്കുന്നത്. അപ്പോൾ 1ൻ്റെ കൂടെ നമ്മൾ എന്ത് കൂട്ടി, 0യുടെ കൂട്ടിയപ്പോൾ നമുക്ക് എന്താണ്, ആ 1 തന്നെയാണ് കിട്ടിയത് അല്ലേ. 1ൻ്റെ കൂടെ ആ 0യുടെ കൂട്ടിയപ്പോൾ 1, ആ കിട്ടിയ ആൻസറിൻ്റെ കൂടെ വീണ്ടും 0 കൂട്ടിയപ്പോൾ 1. നോക്കി എല്ലാം 1 ആണ്. അപ്പോൾ അതാണ് ഒന്നാമത്തെ ഓൾ വൺസ്. മനസ്സിലായോ? ഓക്കെ ആണോ അത്? അടുത്ത രണ്ടാമത്തെ ചോദ്യം നമ്പർ അടിസ്ഥാനത്തിൽ നിങ്ങൾ പഠിക്കണം കേട്ടോ. രണ്ടാമത്തെ നമ്പർ എന്ന് വെച്ചാൽ രണ്ടാമത്തെ ചോദ്യം നോക്കിക്കേ.
1 രണ്ടാമത്തെ 1 2 3 4 5 അങ്ങനെ പോവുകയാണ് രണ്ടാമത്തത്. എന്തായത് നമ്മളിപ്പോൾ പറഞ്ഞത് എന്താ? കൗണ്ടിങ് നമ്പേഴ്സ് എന്നാണ് ഇത് പറയുന്നത്. എന്താ നിങ്ങളെ കൗണ്ടിങ് എണ്ണൽ സംഖ്യ എണ്ണൽ കൗണ്ടിങ് നമ്പേഴ്സ് എന്നാണ് പറയുന്നത്. കൗണ്ടിങ് നമ്പേഴ്സ് അതായത് ഇവിടെ നോക്കിയാൽ 1 ഫസ്റ്റ് 1 ആണ് ഇല്ലേ, അതിനൊരു മാറ്റമില്ല 1. ഇനി ആ 1ൻ്റെ കൂടെ വീണ്ടും നമ്മളൊരു 1 കൂട്ടിയപ്പം 2 ആണല്ലോ 1ൻ്റെ കൂടെ. ഇനി ആ കിട്ടിയ 2ൻ്റെ കൂടെ വീണ്ടും നമ്മൾ 1 കൂട്ടിയപ്പം 3. മനസ്സിലായോ? ആ കിട്ടിയ 3യുടെ കൂടെ വീണ്ടും നമ്മൾ 1 കൂട്ടിയപ്പം 4. ആ കിട്ടിയ ആൻസറിൻ്റെ കൂടെ വീണ്ടും നമ്മൾ 1 കൂട്ടിയപ്പം 5. ഓക്കെ, അങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. ഇവിടെ നമ്മൾ ഒന്നാമത്തെ ഓൾ വൺസ് എന്ന് വെച്ചാൽ ആ തന്നിരിക്കുന്ന 1ൻ്റെ കൂടെ 0 വെച്ച് ഓരോന്നും പഠിച്ചോണേ. തന്നിരിക്കുന്ന നമ്പറിൻ്റെ കൂടെ 0 വെച്ച് കൂട്ടിയപ്പോഴും നമുക്ക് വൺസ് തന്നെയാണ് വന്നത്, ഒരു മാറ്റവും ഇല്ല. രണ്ടാമത് നമ്മളോട് ചോദിച്ചാൽ കൗണ്ടിങ് നമ്പേഴ്സാണ്. കൗണ്ടിങ് നമ്പർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എണ്ണൽ സംഖ്യ 1 2 3 എന്നുള്ള. അപ്പോൾ ഫസ്റ്റ് നമുക്ക് കിട്ടിയ 1 അല്ലേ, എല്ലാത്തിൻ്റെയും 1. ആ 1ൻ്റെ കൂടെ ഒരു 1 കൂടെ കൂട്ടിയപ്പോൾ 2. ആ കിട്ടിയതിൻ്റെ കൂടെ അടുത്ത 1 കൂട്ടിയപ്പം 3. ആ 3യുടെ കൂടെ വീണ്ടും 1 കൂട്ടിയപ്പോൾ 4. അങ്ങനെയല്ലേ. അപ്പോൾ 100ൻ്റെ കൂടെ 1 കൂടെ കൂട്ടിയാൽ എത്ര? 101 അല്ലേ, 100.1 അല്ലേ. അപ്പോൾ അടുത്ത സംഖ്യയാണ്, അതാണ് കൗണ്ടിങ് നമ്പർ. 2 പഠിച്ചോ. ഒന്നാമത്തെ ഓൾ വൺസ്, രണ്ടാമത്തത് കൗണ്ടിങ് നമ്പർ. ഇതൊക്കെ നമുക്ക് അറിയാവുന്നതാണ്, എന്നാലും പറഞ്ഞാൽ കൗണ്ടിങ് നമ്പർ. മനസ്സിലായോ? അടുത്ത മൂന്നാമത് നമ്മളോട് ചോദിച്ചത് ഓഡ് നമ്പറാണ്. നിങ്ങളെ ഓഡ് നമ്പർ മുമ്പ് ഇപ്പോൾ പറഞ്ഞതേ ഉള്ളൂ. എന്താ ഈ ഓഡ് നമ്പർ? ഓഡ് നമ്പർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റ സംഖ്യ എന്നാണ് കേട്ടോ. മലയാള വാക്കിൽ ഒറ്റ സംഖ്യ ഇരട്ട സംഖ്യ എന്നൊക്കെയാണ് മലയാളത്തിൽ പറയുന്നത്. ഒറ്റ സംഖ്യ എന്ന് വെച്ചാൽ ഒരെണ്ണം മാത്രം ഉള്ളത് കൊണ്ടല്ലേ ഒറ്റ സംഖ്യ. ഓഡ് നമ്പർ നിങ്ങൾക്ക് മലയാളം വേണ്ട, ഞാൻ വെറുതെ എഴുതിയുള്ളൂ. ഓഡ് നമ്പേഴ്സ് മൂന്നാമത്തേതാണ് നമ്മളോട് ചോദിച്ചാൽ ഓഡ് നമ്പേഴ്സ്. ഓഡ് നമ്പർ നോക്കിയാൽ 1 3 5 7 9 11 13 ഇങ്ങനെയാണ് ഓഡ് നമ്പർ പോയേക്കുന്നത് ആണല്ലോ. എങ്ങനെയാണ് ഈ ഓഡ് നമ്പർ വരുന്നത്? ഓഡ് നമ്പർ ആദ്യമേ 1 അല്ലേ, പിന്നെ ആ 1ൻ്റെ കൂടെ നമ്മൾ എത്ര കൂട്ടി? 2 കൂട്ടിയപ്പം 3. ആ കിട്ടിയ 3ൻ്റെ കൂടെ വീണ്ടും നമ്മൾ 2 കൂട്ടിയപ്പം 5. ആ കിട്ടിയ 5ൻ്റെ കൂടെ വീണ്ടും 2 കൂട്ടിയപ്പം 7. ആ 7ൻ്റെ കൂടെ വീണ്ടും 2 കൂട്ടിയപ്പം 9. ആ 9ൻ്റെ കൂടെ വീണ്ടും 2 കൂട്ടിയപ്പം 9ൻ്റെ കൂടെ 2 കൂടെ കൂട്ടുമ്പോൾ എത്രയാണ്? 11. ആ 11ൻ്റെ കൂടെ വീണ്ടും 2 കൂടെ കൂട്ടുമ്പം 13 അല്ലേ. വീണ്ടും ആ 13ൻ്റെ കൂടെ 2 കൂടി കൂട്ടുമ്പം 15. അങ്ങനെ പോവും. ഇവിടെ നമ്മൾ എത്ര എടുത്തേ നോക്കിയേ? എല്ലാത്തിൻ്റെയും കൂടെ 2 വീതം കിട്ടിയതിൻ്റെ കൂടെ ആണേ. ആദ്യമേ നമ്മൾ 1 എഴുതുന്നു. ആ 1ൻ്റെ കൂടെ 2 കൂട്ടിയപ്പോൾ 3. 3ൻ്റെ കൂടെ 2 കൂട്ടിയപ്പോൾ 5 അല്ലേ. 5ൻ്റെ കൂടെ 2 7. ആ കിട്ടിയതിൻ്റെ നമുക്ക് എത്രയാണോ കിട്ടിയത് ആ കിട്ടിയതിൻ്റെ കൂടെ വേണം 2 കൂട്ടി പോകാൻ. ഇതാണ് ഓഡ് നമ്പർ, മൂന്നാമത്തെ ഓഡ് നമ്പർ. അടുത്ത നാലാമത്തത് ഈവൻ നമ്പറാണ് അല്ലേ. മുമ്പ് നമ്മളത് പറഞ്ഞതാ, ഈവൻ നമ്പേഴ്സ്. ഓഡ് നമ്പർ ഈവൻ നമ്പേഴ്സ് എന്ന് വെച്ചാൽ ഇരട്ട സംഖ്യ. നിങ്ങൾക്ക് മലയാളം വേണ്ട. ഇരട്ട സംഖ്യ എന്ന് വെച്ചാൽ 2 എണ്ണം ഉള്ളത് കൊണ്ടല്ല ഇരട്ട സംഖ്യ, ഈവൻ നമ്പർ അല്ലേ. ഈവൻ നമ്പർ ഏതൊക്കെയാണ്? 2 4 6 8 10 12 14 16 ഇങ്ങനെ പോവും അല്ലേ. ഇതാണ് ഈവൻ നമ്പർ ആണല്ലോ. എങ്ങനെ ഈവൻ നമ്പർ വരുന്നത്? ഈവൻ നമ്പർ അതായത് 2 വീതം കൂട്ടിക്കൂട്ടി. ഇപ്പോൾ 2 അല്ലേ, ഫസ്റ്റിലുള്ള ഈവൻ നമ്പർ 2 ആണ്. ആ 2ൻ്റെ കൂടെ വീണ്ടും നമ്മൾ 2 കൂട്ടിയപ്പം 4. ആ 4ൻ്റെ കൂടെ വീണ്ടും 2 കൂട്ടിയപ്പം 6. ആ 6ൻ്റെ കൂടെ വീണ്ടും 2 കൂട്ടിയപ്പം 8. 8ൻ്റെ കൂടെ വീണ്ടും 2 കൂട്ടിയപ്പം 10. കണ്ടോ? ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. 10ൻ്റെ കൂടെ 2 കൂട്ടുമ്പോൾ 12. മനസ്സിലാവുന്നുണ്ടല്ലോ. അപ്പോൾ ഇവിടെ എല്ലായിടും എന്തിനെയാണ് കൂട്ടിയത്? 2 വീതം കൂട്ടി. അതിനെയാണ് ഈവൻ നമ്പർ എന്ന് പറയുന്നത്. നമ്മൾ പഠിക്കുന്ന ഓരോന്നും ഓർത്തോണം. ആദ്യം ആൾ വൺസ് അല്ലേ, വൺസിൻ്റെ, പിന്നെ കൗണ്ടിങ് നമ്പർ, പിന്നെ ഓഡ് നമ്പർ,
പിന്നെ ഈവൻ നമ്പർ. ഈ 4 എണ്ണമാണ് ഇപ്പോൾ പറഞ്ഞത്. ഇത് ഇത്രയും നമ്മൾ കുഞ്ഞിലേ മുതലേ പഠിക്കുന്നതാണ് ഈ 4 എണ്ണം അല്ലേ. ഇപ്പം നമ്മൾ 6ാം ക്ലാസ്സിലായി 5ലൊക്കെ പഠിച്ചതാണ്. ഒറ്റ സംഖ്യ, ഇരട്ട സംഖ്യ, അല്ലെ ഓഡ് നമ്പർ, ഈവൻ നമ്പർ എന്താണ്, കൗണ്ടിങ് നമ്പർ എന്താണെന്ന് നമ്മൾ പഠിച്ചതാണ്. ഇനി നമ്മൾ പുതിയതായിട്ട് പഠിക്കാൻ പോകുന്നതാണ് ഈ 5ാമത്തത് കേട്ടോ. പുതിയതായിട്ട് നിങ്ങൾ പഠിക്കാൻ പോകുന്നതാണ് എന്താണെന്നറിയോ, ട്രയാങ്കുലർ നമ്പർ എന്നാണ് അതിന് പറയുന്നത്. ട്രയാങ്കിൾ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ. ട്രയാങ്കുലർ, ട്രയാങ്കുലർ നമ്പേഴ്സ് കേട്ടോ. ട്രയാങ്കുലർ നമ്പേഴ്സ് ഈ 4 എണ്ണം, ആദ്യത്തെ 4 എണ്ണവും നമുക്കറിയാവുന്നതാണ്. പക്ഷെ 5ാമത്തെ പുതിയതായിട്ട് പഠിക്കുകയാണ് ട്രയാങ്കുലർ നമ്പേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എത്രയൊക്കെയാണ് തന്നേക്കുന്നത് നോക്കിയാൽ 1, 3, 6, 10, 15, 21, 28 എക്സെട്ര കണ്ടോ. അപ്പോൾ ഫസ്റ്റ് ട്രയാങ്കിൾ നമ്പറിൻ്റെ ഫസ്റ്റ് നമ്പർ 1 ആണ് കണ്ടോ. ഇനി ആ 1ൻ്റെ ഇത് നല്ലപോലെ നോക്കണേ നിങ്ങൾ, പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ് ട്രയാങ്കുലർ നമ്പറും വിരഹങ്ക നമ്പറും കേട്ടോ. അതിൽ 1ൻ്റെ കൂടെ 2 കൂടെ കൂട്ടിയപ്പം 3 കിട്ടി കണ്ടോ. 1ൻ്റെ കൂടെ 2 കൂടെ കൂട്ടിയപ്പോൾ 3 കിട്ടി. ഇനി 1 + 2 + 3 = 6 ആണ്. അടുത്തടുത്ത സംഖ്യയല്ലേ ഇല്ലയോ, തൊട്ടടുത്ത അല്ലേ. അടുത്തത് 1 + 2 + 3 + 4, 4 3 7, 7 3 10 കണ്ടോ. അടുത്ത 1 + 2 + 3 + 4 + 5 അല്ലേ. 5 5 4 9 5 10 15 ടോട്ടൽ 15. ഇനി അടുത്ത അപ്പോൾ ഏതാ 1 + 2 + 3 + 4 + 5 + 6 ഓരോ സംഖ്യയും കൂട്ടിക്കണ്ടോ. 1 1 2 1 2 3 1 2 3 4 1 2 3 4 5 കണ്ടോ. അങ്ങനെ കൂട്ടി വരുമ്പം നമുക്ക് ഇതുപോലുള്ള സംഖ്യകൾ കിട്ടും. ഇപ്പം പിടികിട്ടി. അങ്ങനെ നമുക്ക് കൂട്ടി പോവാം. അപ്പം ഇത് ഇമ്പോർട്ടൻ്റ് ആണ് ഈ ചാപ്റ്ററിലെ ട്രയാങ്കുലർ നമ്പേഴ്സ് ചെയ്യുന്നത് എങ്ങനെയാണ്. മനസ്സിലായല്ലോ. 5ാമത്തത് മനസ്സിലാവുന്നുണ്ടല്ലോ. ട്രയാങ്കുലർ നമ്പർ ചെയ്യുന്നത് എങ്ങനെയാണ്. അടുത്ത 6ാമത്തെ ആണ് ഏതാണ്, സ്ക്വയേഴ്സ്. സ്ക്വയർ നമുക്കറിയാം അല്ലേ. സ്ക്വയേഴ്സ് എങ്ങനെയാണ് സ്ക്വയർ ചെയ്യുന്നത്. ഇപ്പോൾ സ്ക്വയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ 1ൻ്റെ സ്ക്വയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, 1 2 വട്ടം ഉണ്ടെന്ന്. എത്ര 1 മനസ്സിലായോ. 2ൻ്റെ സ്ക്വയർ എന്ന് വെച്ചാൽ 2 2 വട്ടം ഉണ്ടെന്ന്. എത്ര 4. 3ൻ്റെ സ്ക്വയർ അല്ലേ. 3ൻ്റെ സ്ക്വയർ എന്ന് വെച്ചാൽ ഈ 3 2 വട്ടം ഉണ്ടെന്ന്. 3 2 വട്ടം ഉണ്ടെന്ന്. അപ്പം 3 × 3 9. അടുത്ത 4ൻ്റെ സ്ക്വയർ 4 2 വട്ടം. സ്ക്വയർ എന്ന് വെച്ചാൽ എത്ര വട്ടം അല്ലേ. 4 2 വട്ടം. 4 × 2 അല്ല, 4 2 ഉണ്ട്. അപ്പം 4 × 4 16. 5ൻ്റെ സ്ക്വയർ അതായത് 5 2 വട്ടമുണ്ട്. 5 × 5 25. ഇതാണ് സ്ക്വയർ. മനസ്സിലായല്ലോ. സ്ക്വയർ മനസ്സിലാവുന്നുണ്ടോ. സ്ക്വയർ അതായത് നമുക്ക് കിട്ടിയത് 1 4 9 16 25 അങ്ങനെ പോവും കേട്ടോ. 25 പിന്നെ 36 അങ്ങനെ അങ്ങ് പോവും. ഇതാണ് സ്ക്വയേഴ്സ്. മനസ്സിലാവുന്നുണ്ടല്ലോ എങ്ങനെയാണ് കിട്ടുന്നതെന്ന്. മനസ്സിലായോ സ്ക്വയർ. ഓക്കെ. ഇനി അടുത്ത നമ്മൾ പഠിക്കുന്നത് ക്യൂബ്. 7ാമത്തെയാണ് ക്യൂബ്. ഒരെണ്ണം പഠിക്കുമ്പോൾ ഒരെണ്ണം മറന്നു പോവല്ലേ. ക്യൂബ് CUBE ആണ് ക്യൂബ്സ്. ക്യൂബ് എങ്ങനെയാണ് ഈ ക്യൂബ് വരുന്നത്. ക്യൂബിന് തന്നിരിക്കുന്നത് എങ്ങനെയൊക്കെയാ. 1 8 27 64 125. നമ്മുടെ ടെസ്റ്റിൽ തന്നെയാണ് 216. ഇങ്ങനെ പോവും. ഇതെങ്ങനെയാണ് വരുന്നത്. എങ്ങനെയാണ് വരുന്നത് ക്യൂബിൻ്റെ അതായത് 1ൻ്റെ ക്യൂബ് 2ൻ്റെ നമ്മൾ സ്ക്വയർ എഴുതിയില്ലേ. സ്ക്വയർ എന്ന് വെച്ചാൽ 1ൻ്റെ സ്ക്വയർ ഇവിടെ 2. ക്യൂബ് എന്ന് വെച്ചാൽ ഇവിടെ 3 ക്യൂബ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ 3ൻ്റെ ക്യൂബ് 4ൻ്റെ ക്യൂബ് മനസ്സിലായോ. അപ്പോൾ നമ്മൾ 1ൻ്റെ ക്യൂബ് എന്ന് വെച്ചാൽ 1 3 വട്ടം ഉണ്ട്. 1 × 1 1 1 × 1 1. അപ്പോൾ ആൻസർ 1. 2ൻ്റെ ക്യൂബ് എന്ന് വെച്ചാൽ 2 3 വട്ടം ഉണ്ട്. 2 3 വട്ടം ഉണ്ട്. 2 × 2 4 4 × 2 8 കണ്ടോ. ഇനി 3 3 വട്ടം ഉണ്ട്. 1 2 3 3 × 3 9 9 × 3 27. 4 3 വട്ടം 4 × 4 × 4 4 16 16 4 64.
കണ്ടോ? ഇങ്ങനെ എത്ര വട്ടം നമ്മളോട് പറഞ്ഞ ഈ തന്നിരിക്കുന്നതിൻ്റെ മേളിൽ ദാണ്ട് ഈ എഴുതുന്നതിനെയാണ് പവർ എന്ന് പറയുന്നത് കേട്ടോ. ക്യൂബ് കേട്ടോ. 4⁻³ എന്ന് നമുക്ക് പറയാം കേട്ടോ. എന്ന് വെച്ചാൽ 4 3 വട്ടമുണ്ട്. 1 2 3. അപ്പോൾ അത് ഗുണിക്കുമ്പോൾ 64. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ക്യൂബ് കേട്ടോ. ക്യൂബ്. അപ്പോൾ എത്ര എണ്ണമായി ഇപ്പം? മൊത്തം 7 എണ്ണമായി അല്ലേ? ക്യൂബ് 7ാമത്തെയാണ്. 2 4 6 7. അടുത്ത ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്, മുമ്പ് ഞാൻ പറഞ്ഞല്ലോ, വിരഹങ്ക. നിങ്ങൾ ആദ്യമായിട്ട് പഠിക്കുകയാണ്, പേരും ആദ്യമായിട്ട് കേൾക്കുകയായിരിക്കും. വിരഹങ്ക നമ്പേഴ്സ്. നിങ്ങൾ ഇതിനകത്തിൽ പുതിയതായിട്ട് പഠിക്കുന്നതിനകത്തിൽ ട്രയാങ്കുലർ നമ്പറും വിരഹങ്ക നമ്പറുമാണ് പുതിയതായിട്ട് പഠിക്കുന്നത്. ബാക്കി ഇവൻ നമ്പറും ഓഡ് നമ്പറും ഒക്കെ നമ്മൾ നേരത്തെയൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. വിരഹങ്ക, പേരോർത്തോണേ, വിരഹങ്ക നമ്പേഴ്സ്. എന്താണ് ഈ വിരഹങ്ക നമ്പേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ? അതായത് ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന നോക്കിയേ, 1 2 3 5 8 13 21 ഇങ്ങനെ പോവുക. ഇതാണ് വിരഹങ്ക നമ്പേഴ്സ്. ഇത് നമുക്ക് എങ്ങനെയായിരിക്കും കിട്ടുന്നത്? 1. ഓക്കെ, ആദ്യം നമ്മൾ 1 എഴുതി. എല്ലാത്തിൻ്റെയും അങ്ങനെയാണല്ലോ അല്ലേ? 1 കഴിഞ്ഞാൽ അടുത്ത ഏതാണ്? 2 ആണ് അല്ലേ? ഓക്കെ, അതും എഴുതി. 1 2. ഇനി എന്തുവാണെന്നറിയോ? ഇത് രണ്ടും കൂടി അങ്ങ് കൂട്ടണം. ഫസ്റ്റിൽ 1 എഴുതുക, 1, പിന്നെ 2, പിന്നെ എന്താണെന്നറിയോ? ഇത് രണ്ടും കൂടി അങ്ങ് കൂട്ടും. അപ്പോൾ എത്ര? 3. അടുത്ത നമുക്ക് കിട്ടി 3. ഇനി അത് കഴിഞ്ഞിട്ട് ഇത് രണ്ടും കൂടി കൂട്ടുക. അപ്പോൾ എത്ര? ഇത് രണ്ടും കൂടി കൂട്ടുക. അപ്പോൾ എത്ര? 5. മനസ്സിലായോ? മനസ്സിലാവുന്നുണ്ടോ? 5. വിരഹങ്ക നല്ലപോലെ പഠിക്കണേ. 5. അടുത്ത ഇത് 5 3 കൂടെ കൂട്ടുക. എത്ര? 8. മനസ്സിലായോ? തൊട്ട് ലെഫ്റ്റിൽ കിടക്കുന്ന, അതായത് ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ 1ൻ്റെ കൂടെ അല്ലേ, ഫസ്റ്റ് 1, ആ 1ൻ്റെ കൂടെ 1 കൂടെ കൂട്ടിയപ്പോൾ എന്ത് കിട്ടി? നമുക്ക് 2 കിട്ടി. ആ കിട്ടിയ 2ൻ്റെ കൂടെ നമ്മൾ വീണ്ടും എന്താ ഒന്നുകൂടെ കൂട്ടിയപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 3 കിട്ടി അല്ലേ? 3യുടെ തൊട്ട് പുറകെ കിടക്കുന്ന ആരാ? 2 അല്ലേ? അപ്പം 3യും 2 കൂട്ടിയപ്പോൾ എത്ര കിട്ടി? 5 കിട്ടി. അതായത് ഈ തൊട്ട് ലെഫ്റ്റിൽ കിടക്കുന്ന സംഖ്യകൾ തങ്ങളിൽ കൂട്ടി എഴുതുക. മനസ്സിലാകുന്നുണ്ടോ? ആദ്യം നമ്മുടെ 1 അല്ലേ? നമ്പർ അടിസ്ഥാനത്തിൽ 1 അടുത്ത അപ്പോൾ 2 2 കഴിഞ്ഞാൽ പിന്നെ ഈ 3 വന്നത് എങ്ങനെയാണ്? ഈ 2ഉം 1ഉം കൂടി കൂട്ടിയാണ് ഇവിടെ 3. അടുത്താണല്ലോ. ഇനി അടുത്തത് കാണണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ തൊട്ട് ലെഫ്റ്റിൽ കിടക്കുന്നത്, ഇതിനെ നമ്മളെ പ്രിസീഡിങ് നമ്പർ എന്ന് പറയും കേട്ടോ. നമ്മളെ ഇംഗ്ലീഷിലെ ഈ തൊട്ട് ലെഫ്റ്റ് സൈഡിൽ കിടക്കുന്ന ലാസ്റ്റ് 2 നമ്പറുകൾ തങ്ങളിലാണ് കൂട്ടേണ്ടത്. മനസ്സിലായി? ഇപ്പം ഇത് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ തൊട്ട് മുമ്പിൽ കിടക്കുന്ന ഇത് രണ്ടും കൂടി കൂട്ടണം. ഈ സംഖ്യ ഏതാണെന്ന് കാണണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? അതിൻ്റെ തൊട്ട് മുമ്പിൽ കിടക്കുന്ന 2 എണ്ണവും കൂടെ കൂട്ടുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്? ഇത് കിട്ടുന്നത്. ഇനി ഇത് കിട്ടണമെങ്കിലോ അതിൻ്റെ തൊട്ട് മുന്നിൽ കിടക്കുന്ന ഇത് രണ്ടും കൂടി കൂട്ടണം. ഇപ്പം പിടികിട്ടിയോ? ഏത് സംഖ്യയാണോ നമുക്ക് കിട്ടാനുള്ളത്. ഇനിയിപ്പം നമുക്ക് അടുത്തത് കാണണമെങ്കിലോ അതിൻ്റെ തൊട്ട് മുന്നിൽ കിടക്കുന്ന ഇതിനെ രണ്ടിനെയും കൂടെ കൂട്ടുമ്പോൾ നമുക്ക് തൊട്ടടുത്ത ഇത്ര 21ൻ്റെ കൂടെ 34 വരും അല്ലേ? 34. വിരഹങ്ക നിങ്ങൾ ഓർത്തോണം. ഒന്നുകൂടെ ഞാൻ പറയണോ നിങ്ങളെ? ഫസ്റ്റ് നമ്മൾ 1, അതിന് ഒരു സംശയമില്ല. അത് കഴിഞ്ഞിട്ട് 2 അല്ലേ? അതിപ്പം 2 സംഖ്യയായി. ആ 2 എണ്ണവും കൂടെ കൂട്ടണം. അതായത് 2 1 3. അപ്പോൾ അടുത്ത സംഖ്യ കിട്ടി. ഇനി അതിൻ്റെ തൊട്ടിപ്പുറത്ത് കിടക്കുന്ന അതിൻ്റെ കൂടെ 3 2 5. അപ്പോൾ അത് കിട്ടി. അടുത്ത 5 3 8. അപ്പോൾ അത് കിട്ടി. ഇങ്ങനെ കണക്ട് ചെയ്ത് പോവുക എന്നാണ് പറഞ്ഞത്. മനസ്സിലായോ? 13 13 8 കൂടെ കൂട്ടുക 21. ഇങ്ങനെ പോകുന്നതിനെ എന്താ ഇപ്പം മനസ്സിലായല്ലോ? ആദ്യമേ നമ്മൾ 1, പിന്നെ 2, ആ 2 1 3, 3 2 5. ഇങ്ങനെ കണക്ട് ചെയ്ത് പോകുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? വിരഹങ്ക നമ്പേഴ്സ് എന്ന് പറയുന്നത്. എന്തെങ്കിലും സംശയമുണ്ടോ? ഈ ഏതൊക്കെയാണ് ഞാൻ പറഞ്ഞേ? ട്രയാങ്കുലർ നമ്പറും വിരഹങ്ക നമ്പറും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇത് പഠിച്ചോണം. ഇനി നമ്മൾ പഠിക്കുന്നത് പവറാണ്. എന്തിൻ്റെ? പവേഴ്സ് ഓഫ് 2. 9ാമത്തെ ആണ് പവേഴ്സ് ഓഫ് 2. പവേഴ്സ് ഓഫ് 2. ഇതിനകത്തുള്ളൊരു ചോദ്യം ഒളിഞ്ഞു കിടപ്പുണ്ട്. എന്തോന്നറിയോ? അതായത് ഇങ്ങനെ നോക്കൂ നിങ്ങൾ, 2⁻0. നിങ്ങൾ ഈ റേസ് ടു എന്ന് വെച്ചാൽ ഇതിൻ്റെ മണ്ടയ്ക്ക് ഇങ്ങനെ എഴുതുന്നതിനെയാണ് കേട്ടോ. 2⁻0 അല്ലെ 2:0. അതിൻ്റെ അർത്ഥം എന്താണെന്നറിയാം? 1 എന്നാണ്. ഏതൊരു സംഖ്യയുടെ പവർ 0 വന്നാലും ഇപ്പം 3യുടെ പവർ കണ്ടോ 0, അതിൻ്റെ അർത്ഥം എന്താ? 1 ആണ്. ഏതിപ്പം 100ൻ്റെ ആയാലും ഏതിൻ്റെ ചോദിച്ചാലും എന്ത് എഴുതണം? 1 ആണ്. അത് 1 മാർക്കിൻ്റെ നിങ്ങളുടെ ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ.
മാത്സിൻ്റെ 1 മാർക്കിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ് 2:0 അല്ലെ 3:0 അല്ലെങ്കിൽ 100:0 വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ എല്ലാ ആൻസർ എത്ര 1 ആണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇപ്പോൾ 5:0 ഡാഷ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ മേളി 0 അല്ലേ, അപ്പം 1 ആണ്. അപ്പോൾ പിടി കിട്ടിയോ? എൻ്റെ ക്ലാസ് കണ്ടവർക്ക് അത് എഴുതാൻ പറ്റണേ കേട്ടോ. അത് 1 മാർക്കിൻ്റെ ചോദ്യമാണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് 2:0 എന്ന് വെച്ചാൽ 1 ആണ്. അപ്പോൾ 2:1 പവർ ഓഫ് 2 ആണേ. അപ്പോൾ 2:1 2 ആണ്. അപ്പോൾ 2:2 എന്താണ് 4 ആണ്. മനസ്സിലാക്കണേ. 2:3 എന്താ 2:3 അതായത് 2 3 വട്ടം ഉണ്ടെന്ന്. അതായത് 2 × 2 എത്ര 8. മനസ്സിലായോ? 2:3 അല്ലേ 2:3. അടുത്തത് 2 പവർ നമ്മുടെ ചോദ്യം നോക്കണേ. പവേഴ്സ് ഓഫ് 2 ആണേ. ഓക്കെ 2:4 അപ്പോൾ 2 4 വട്ടം ഉണ്ടെന്ന്. ഈ മേളിൽ എത്ര എണ്ണം എഴുതിയിട്ടുണ്ടോ അത്രയും വട്ടം അങ്ങ് ചെയ്യുക. അപ്പോൾ 2:2 എന്ന് വെച്ചാൽ 2 × 2 കേട്ടോ. ഇത് 4 വട്ടം ആകുമ്പോൾ 2 2 4 4 × 8 8 2 16 കണ്ടോ. ഇങ്ങനെ പോകുന്നതാണ് പവേഴ്സ് ഓഫ് 2 എന്ന് പറയുന്നത്. മനസ്സിലാക്കണേ. പവേഴ്സ് ഓഫ് 2 എളുപ്പമല്ലേ ഇല്ലയോ? ഇനി അടുത്ത നമ്മളോട് ചോദിച്ചേക്കുന്ന പവേഴ്സ് ഓഫ് 3 എന്താണെന്ന്. പവേഴ്സ് ഓഫ് 3 അത് നമ്മൾ എഴുതാം എന്താ 3:0. നമ്മളിപ്പോൾ പറഞ്ഞു ഏതിൻ്റെ മണ്ടയ്ക്ക് 0 വന്നാലും 1 ആണ്. മറക്കല്ലേ. 3:0 = 1. അങ്ങനെയാണെങ്കിൽ 3:1 3 തന്നെ അല്ലേ. 3:3 ആണ് നമ്മളോട് ചോദിച്ചുകൊണ്ട് എല്ലാം 3 എഴുതണം. ഇവിടെ നമ്മൾ 2 ചോദിച്ചുകൊണ്ട് എല്ലാം 2 എഴുതി. ഇവിടെ 3 ചോദിച്ചുകൊണ്ട് എല്ലാം 3 എഴുതണം. 3:2 അതായത് 3 2 വട്ടമായാൽ 9 കേട്ടോ. അതെ 6 എന്ന് എഴുതി വെക്കല്ലേ. 9 ആണേ. 3:3 എന്ന് വെച്ചാൽ 3 3 വട്ടം അതായത് 3 × 3 × 3 എത്ര 3 9 9 × 3 27. 3:4 അതായത് 3 × 3 × 3 × 3 എത്ര 81. 3 9 9 × 1 27 3 81 കേട്ടോ. അങ്ങനെ പോവും. മനസ്സിലായോ? ഒന്നും കൂടെ പറയണോ? നമ്മൾ ഈ ചാപ്റ്ററിലെ ഏറ്റവും പ്രധാനപ്പെട്ട കണക്കാണ് നമ്മളീ പറയുന്നത്. ഒന്നാമത് നമ്മളോട് പറഞ്ഞ ഏതായിരുന്നു ഫസ്റ്റ് കുഞ്ഞുങ്ങളെ? വൺസ് ആയിരുന്നു ഫസ്റ്റ് പറഞ്ഞത്. ഒന്നുകൂടെ ഒന്ന് ഓടിച്ചിട്ട് പറയാം. വൺസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കി എല്ലാം വൺസാണ്. അവിടെ എന്തെങ്കിലും ഉണ്ടോ 0 വെച്ചാണ് ചെയ്യുമ്പോൾ നമുക്കത് കിട്ടും അല്ലേ. ഏതൊരു സംഖ്യയുടെ കൂടെയും 0 ചെയ്ത് ആ സംഖ്യ തന്നെയല്ലേ. അപ്പോൾ നോക്കിയേ വൺസ് അത് കിട്ടി. വൺസ് 1ൻ്റെ കൂടെ 0 എത്തുമ്പോൾ 1 കേട്ടോ. ഓക്കെ ആണല്ലോ അത്. ഇനി കൗണ്ടിങ് നമ്പർ എന്ന് വെച്ചാൽ നമുക്കറിയാം 1 2 3 4 5 6 കൗണ്ടിങ് നമ്പറാണ്. കാരണം തന്നിരിക്കുന്ന നമ്പറുടെ 1 കൂടി പോവുക, 1 കൂട്ടി പോവുക അല്ലേ. അറിയാമല്ലോ. അടുത്ത നമ്മൾ ഓഡ് നമ്പറാണ്. ഓഡ് നമ്പർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ ഫസ്റ്റ് നമ്മൾ 1 എഴുതുക അല്ലേ. 1 എഴുതിയിട്ട് അതിൻ്റെ കൂടെ 2 കൂട്ടിയപ്പോൾ 3. 1ൻ്റെ കൂടെ 2 കൂട്ടിയപ്പം 3. 3ൻ്റെ കൂടെ വീണ്ടും 2 കൂട്ടിയപ്പം 5. 5ൻ്റെ കൂടെ വീണ്ടും 2 കൂട്ടിയപ്പം 7. അങ്ങനെ കൂട്ടി എഴുതുന്ന ഓഡ് നമ്പർ. അതുപോലെ തന്നെ ഇവൻ നമ്പർ എന്ന് വെച്ചാൽ 2. 2ൻ്റെ കൂടെ വീണ്ടും നമ്മൾ 2 കൂട്ടിയപ്പം 4. 4ൻ്റെ കൂടെ വീണ്ടും നമ്മൾ 2 കൂട്ടിയപ്പം 6. 6ൻ്റെ കൂടെ വീണ്ടും 2 കൂട്ടിയപ്പം 8. അങ്ങനെ 2 വീതം കൂട്ടി എഴുതി ഈവൻ നമ്പർ. ഓക്കെ എന്നുള്ളത് നമുക്ക് കുഞ്ഞിലെ പോലെ അറിയാവുന്നതാണ്. അങ്ങനെ ആണെങ്കിൽ ട്രയാങ്കുലർ നമ്പർ തെറ്റിക്കരുത്. എന്താ 1 1ൻ്റെ കൂടെ അടുത്ത സംഖ്യ 2 കൂട്ടിയപ്പോൾ 3. 1 2 3യുടെ കൂട്ടിയപ്പോൾ 6. 1 2 3 4 കൂട്ടിയപ്പോൾ 10 കേട്ടോ. നമ്മുടെ ആ എണ്ണൽ സംഖ്യ ഉണ്ടല്ലോ, എണ്ണുന്ന സംഖ്യ, അത് ഇങ്ങനെ മൊത്തം ഇങ്ങനെ എഴുതി കൂട്ടിയാൽ മതി. അത് നല്ലപോലെ പഠിക്കണം. എല്ലാവർക്കും തെറ്റുന്നതാണ് ഈ ട്രയാങ്കുലർ നമ്പർ കേട്ടോ. സ്ക്വയർ പിന്നെ നമുക്കറിയാം അല്ലേ. എത്രയുടെ സ്ക്വയറാണ്? 1ൻ്റെ സ്ക്വയർ 1, 2ൻ്റെ സ്ക്വയർ 4, 3ൻ്റെ സ്ക്വയർ 2 9 അല്ലേ. തന്നിരിക്കുന്ന നമ്പറിൻ്റെ എല്ലാം സ്ക്വയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 എന്നാണ് അർത്ഥം കേട്ടോ. 2 വെട്ടം കേട്ടോ. 2 വെട്ടം മനസ്സിലാക്കണം. ഇപ്പം 6ൻ്റെ സ്ക്വയർ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 6 2 വെട്ടമുണ്ട്. 6 × 6 36 എന്ന് അറിയണം. അതാണ് 6ാമത്തെ. ഇനി 7ാമത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാ ക്യൂബ് എന്ന് വെച്ചാൽ 3. ഓരോന്നിനെയും 3 വട്ടം എഴുതണമെന്നാണ് ക്യൂബ്. ഓരോന്നിന് ഇപ്പോൾ 1നെ 3 വട്ടം, 2നെ 3 വട്ടം, 3നെ 3 വട്ടം, അങ്ങനെ 3 വട്ടം എഴുതുന്നതിനെയാണ് ക്യൂബ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അടുത്തത് വിരഹങ്ക നമ്പർ. മുമ്പ് ഞാൻ പറഞ്ഞു തെറ്റുന്നത് അവിടെയാണ്. വിരഹങ്ക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തൊട്ട് ലെഫ്റ്റിൽ കിടക്കുന്ന 2 എണ്ണം വീതം കൂട്ടി പോവുക. ഇവിടെ നമ്മൾ പറഞ്ഞു ആദ്യം 1, അടുത്ത 2, അപ്പോൾ 2 1 3, 3 2 5, 5 3 8, 8 5 13, അങ്ങനെ ബാക്കിലോട്ട് എഴുതി ഇങ്ങോട്ട് കൂട്ടി പോവുക. അത് തെറ്റല്ലേ? അതും തെറ്റരുത്. ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് നോക്കണം. വിരഹങ്കയും ട്രയാങ്കുലറും തെറ്റരുത്. പവേഴ്സ് ഓഫ് 2ൻ്റെ പവർ 0 വന്നാൽ 1 ആണ്. അതിപ്പോൾ 3യുടെ ആയാലും ഏതിൻ്റെ ആയാലും 1 ആണെന്ന് ഓർത്തോണം.
2ൻ്റെ പവർ 0 ആണെങ്കിൽ 1, അപ്പം 2 1 നോക്കിയേ എല്ലാം 2 ആണ്. കാരണം പവേഴ്സ് ഓഫ് 2 വന്നുകൊണ്ട് 2ൻ്റെ പവറുകളാണ് തന്നിരിക്കുന്നത്. പവേഴ്സ് ഓഫ് 3 ആണെങ്കിൽ എല്ലാം 3 എഴുതുക, അതിൻ്റെ പവർ എഴുതുക കേട്ടോ, മനസ്സിലാക്കണേ. അപ്പോൾ ഇത് നിങ്ങൾ എഴുതിയെടുത്തിട്ട് കമൻറ്റ് പറയണേ. നിങ്ങളുടെ കമൻറ്റ് ഓക്കെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ ഞാൻ പാർട്ട് 2 ഇടാം, അല്ലെങ്കിൽ വിട്ടുതരാം കേട്ടോ. മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിൽ ഇല്ലെന്ന് പറ. അതല്ല എവിടാ മനസ്സിലാവാത്തതെന്നുണ്ടെങ്കിൽ അതും പറയാം കേട്ടോ. അത് ഞാൻ ഒന്നും കൂടെ പറയാം. എവിടാണോ മനസ്സിലാകാത്തത് അതെന്നോട് പറയാം കേട്ടോ. അപ്പോൾ കമൻറ്റ് പറയണേ നിങ്ങൾ കേട്ടോ. ഓക്കെ, താങ്ക് യു.